എല്ലാവരും സുഖമായിരിക്കണോ? അപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പോഴന്നെ കുഞ്ഞാറ്റാട്ടോ ഞാൻ എല്ലാം വിരിയും എല്ലാം ഷീറ്റൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് നേരെ വിരിച്ചിട്ടെല്ലാം മടക്കി വെക്കാലോ എന്ന് വിചാരിച്ച് അപ്പോഴേക്കും ആളിതാ ഞാൻ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ഒരേ ബഹളം കേട്ടോ. ലാസ്റ്റ് അവളെ ഒരു വിധം പറഞ്ഞതാ ഒരു പാട്ടിലൊക്കെ ആക്കി അങ്ങനെ അവളെ അവിടെ സെറ്റപ്പാക്കി ഇരുത്തിയിട്ടോ. അപ്പോൾ അവളിതാ ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു എനിക്ക് അമ്മയ്ക്കൊന്നൊരു വീഡിയോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആളെടുത്ത് തരുമൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പം അതിൻ്റെ സന്തോഷത്തിൽ എന്താണെന്നറിയില്ല, വീഡിയോ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയ ആൾ പറയും ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന്. പക്ഷെ ആൾ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്തൊക്കെ തരും കേട്ടോ, വീഡിയോ ഒക്കെ എടുത്ത് തരും. പക്ഷെ ചിലപ്പോൾ നമുക്ക് തലയും പാലൊന്നും ഉണ്ടാവുകയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഇത് അവളെ പറഞ്ഞ് പാട്ടിലാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് എന്തായാലും അവിടെ ക്യാമറയൊക്കെ അവിടെ വെച്ചു. പിന്നെ അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ സോപ്പിട്ടവിടെ നിർത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര മടിയും പിടിച്ചിട്ട് അങ്ങനെ ഇരിപ്പായിരുന്നു കേട്ടോ. കാരണം പിന്നെ അല്ലറച്ചില്ലറ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ക്ലാസ് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ്സിലേക്ക് പോകാനും തന്നെ ആകെ മടി പിടിച്ചിട്ടോ മഴ കാരണം നമുക്ക് പോകാനുള്ളൊരു റോഡിൻ്റെ ശോചനാവസ്ഥ കാരണം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്തോരം ചെളിയാണെന്ന് അറിയോ. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ റെഡിയായി നിന്നു കേട്ടോ, പുറപ്പെട്ടപ്പോൾ അപ്പോഴേക്കാണ് നല്ല മഴ കേട്ടോ. പിന്നെ എങ്ങനെ ഞാൻ ആ മഴയത്ത് ഫുള്ള് നനഞ്ഞു കുളിച്ച് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം റെഡിയാക്കി ഇനിയിപ്പോൾ നമ്മളെന്തായാലും ചായക്കുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ. പാലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചായക്ക് കടി ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറയാനൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മൾ റവ ഉപ്പുമാവാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ കുഞ്ഞാറ്റതാ വെളിയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അമ്മ എണീച്ചിട്ടില്ല കേട്ടോ. അമ്മ ഇനി മെല്ലെ എണീറ്റൊക്കെ വരുള്ളൂ. അമ്മ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അമ്മ മെല്ലെ എണീറ്റ് വരാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി പാല് തിളപ്പിച്ച് ചായയൊക്കെ വെച്ചിട്ട് ആദ്യം തന്നെ നിർബന്ധം കേട്ടോ, ഭയങ്കര നിർബന്ധം പറഞ്ഞാൽ കുഞ്ഞാറ്റയ്ക്ക് കേട്ടോ ചായ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം ചായയൊക്കെ വെച്ചിട്ട് അവൾക്ക് ഒരു 1/2 ഗ്ലാസ് ചായയൊക്കെ കൊടുക്കട്ടെ കേട്ടോ. പിന്നെ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ പല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ചൂടുവെള്ളമൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശീലം കേട്ടോ. എന്നാലും അവൾക്ക് കുറച്ച് ഇത് വേണം കേട്ടോ, ഒരു ചായയുടെ ഒരു ഇത് കിട്ടിയാലേ പാവം അവൾക്കൊരു ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നീ എന്തായാലും പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ കേട്ടോ. മടി പിടിച്ചോണ്ട് എന്താണെന്നറിയില്ല കേട്ടോ, മഴ തന്നെയല്ലേ മഴ, അതുകൊണ്ട് നമുക്ക് വെളിക്ക് ഇറങ്ങാനും മടി. പിന്നെ ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അലക്കാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ അലക്കാനുണ്ട്. അങ്ങനെ അപ്പോഴത്തേനും പെട്ടെന്ന് പണിയൊക്കെ ഒരുക്കട്ടെ. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ വലിയ കുഴപ്പമില്ല, മഴക്കോളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എന്തായാലും അലക്കിടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പാലൊക്കെ തിളപ്പിച്ച് ചായ വെച്ചിട്ട് ചായക്ക് കടിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് വേണം മനുഷ്യന് ഒന്ന് എന്താ പറയുക അലക്കി കുളിച്ച് ഒക്കെ വരാനെന്ന് പറഞ്ഞിട്ടോ. നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് രാവിലെ എണീച്ചാലുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവളെ കുളിപ്പിച്ച് റെഡിയാക്കണം. അവളെ ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് രാശേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞിട്ട് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഉച്ചയൊക്കെ ആകുമ്പോഴേക്കേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കണം. ഏട്ടന് കുറച്ച് നേരത്തെ പണിയുണ്ട് പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ടോ. അപ്പോൾ ഇനി എപ്പോഴേക്കാണ് തീരെ എന്താണെന്ന് അറിയില്ല. കഴിഞ്ഞാൽ ഞാൻ വിളിക്കാമെന്നാട്ടോ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനും ഇവളെ റെഡിയാക്കി നിർത്തണം. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ആറ്റിയിട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ളത് ഉപ്പുമാവിലേക്കുള്ള മുളക്, അതുപോലെ തന്നെ എന്താ പറയുക ചെറിയുള്ളിയൊക്കെ ഒന്ന് നുറുക്കി റെഡിയാക്കി കൊണ്ടുവരണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് മെസ്സേജൊക്കെ കണ്ട് ഒരുപാട് സന്തോഷം. നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവരോട് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് വന്ന പുതിയ ആളുകളോടൊട്ട് ഒരുപാട് താങ്ക്സ് കിട്ടും. പിന്നെ നമ്മുടെ പുതിയ വീഡിയോസ് കാണുന്ന ആളുകളിലും തന്നെ കേട്ടോ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഓളെന്ന ഓപ്ഷൻ അമർത്തുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ. ചിലർ പറയും എനിക്കങ്ങനെ, ഞാനും ചില സമയങ്ങളിൽ അങ്ങനെയുണ്ട്. നമ്മളിങ്ങനെ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണും. ചിലപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയുടെ ഫ്ലോയിൽ അങ്ങനെ നമ്മളങ്ങനെ കണ്ടുപോകും കേട്ടോ. പക്ഷേ ലൈക്ക് അടിക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്ക് അടിച്ചിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ചിലവർ മറന്നു പോയിട്ടായിരിക്കും ചിലപ്പോൾ, എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആരും മറക്കണ്ട, എല്ലാവരും ഒന്ന് ഫസ്റ്റ് ലൈക്ക് അടിച്ചിട്ട് കാണാൻ തന്നെ ശ്രദ്ധിക്കണേ.
അപ്പോൾ ഇനി ഉപ്പുമാവിന് റവയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, റവയൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. വറുത്തിട്ടില്ലെങ്കിൽ ആൾക്ക് എന്താണെന്നറിയില്ല, ആൾക്ക് അല്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഒന്ന് വറുത്ത റവേനെ ആയിരിക്കും, റോസ്റ്റഡ് റവേനെ നമുക്ക് കിട്ടും. പക്ഷെ എന്നാൽ കൂടി നമ്മളിവിടെ കൊണ്ടുവന്നാലും ഒന്നും കൂടി റോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്നറിയും, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പച്ചച്ചോയ അടിക്കണ പോലെയൊക്കെ തോന്നും കേട്ടോ. ഈ തടുപ്പിൽ തീ കത്തിച്ച കത്തിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. ഇല്ലേ എന്നാൽ ഇല്ല കേട്ടോ, അത് കത്തിയ അധികമായിരിക്കും കേട്ടോ, എന്ത് വെച്ചാലും കരിഞ്ഞു പോകും കേട്ടോ. അപ്പം ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ എല്ലാം ചെയ്യാറ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മീൻ കറി വെച്ചത്. മീൻ ചട്ടിയൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടാണ്, അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചിട്ടാട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പറയുക തീ അധികമായിട്ടുണ്ടെങ്കിലേ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, തീ കത്തിച്ച ചിലപ്പോൾ കത്തുകയില്ല, അതേപോലെ ഉണ്ടെങ്കിൽ തീ ഉണ്ട് അല്ലെങ്കിൽ തീ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ ഈ അടുപ്പിന്. പക്ഷെ വിറക് നമുക്ക് നന്നായിട്ട് വേണം കേട്ടോ. അപ്പം അങ്ങനെ അമ്മയൊക്കെ എണീറ്റ് വന്നു, അമ്മ പല്ലൊക്കെ തേക്കൽ കഴിഞ്ഞു, കുഞ്ഞാറ്റേനെയും പല്ലൊക്കെ തേപ്പിച്ചു. അമ്മ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട്, ഈ ചൂടുവെള്ളമൊക്കെ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. അപ്പം അങ്ങനെ ഉള്ളി മുളകൊക്കെ വാട്ടിയെടുത്തു. ഇനി കറിവേപ്പിലൊക്കെ ഇട്ട് വെള്ളം തൂവി ഇനി നമുക്ക് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അലക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോരാട്ടോ, ഇഷ്ടം പോലെ അലക്കാനുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാറ്റ പിന്നെ അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് ഇടുക അഴിച്ചിടുക, ഡ്രസ്സ് ഇടുക അഴിച്ചിടുക, ഇത് തന്നെയാണല്ലോ മക്കൾക്ക് പണി. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും പോയി പല്ലൊക്കെ തേച്ച് വന്നു. ഇത് ഞാനും കുട്ടി അമ്മയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇത് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല. പിന്നെ ഞാൻ അലക്കാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അലക്കാൻ പോകണം പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു, കുഞ്ഞു ഡ്രസ്സുകളൊക്കെ കേട്ടോ. അത് ഞാൻ തോരയിടാൻ പോയപ്പോൾ ഉണ്ട് മേമ ചക്കയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവർ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ പ്ലാവിൽ കേട്ടോ, വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്ലാവ് തന്നെയാണ്. അതിൽ എന്താ പറയുക പടു കഴിച്ചത് കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് കായ്ക്കില്ലേ, അതിന് പടു കഴിക്കുക. അതേപോലെ തന്നെ വേറൊരു പേരും കൂടി പറയും കേട്ടോ, കോടി കഴിക്കുക എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ കോടി കായ്ച്ചതാണ്, ഫസ്റ്റ് കായ്ച്ചതാട്ടോ. അപ്പോൾ 2 ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അവരിട്ടിട്ട് എന്താ പറയുക ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് വേണോ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേണ്ട, വീട്ടിൽ നിന്ന് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഞങ്ങൾ വെച്ച് കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം അവർ ചക്ക വേണോ ചോദിച്ചു. അപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു. അപ്പോൾ ഇന്ന് മേമ ചോദിച്ചു, അമ്മ ചോറ് വെന്തിട്ടുണ്ട്, അപ്പോൾ അത് വാർക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എന്താ പറയുക വാർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാൽ തോട്ടിൽ ഇപ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചവിട്ടി തുണികളൊക്കെ ഇവിടെ അലക്കിയിട്ടു, ബാക്കിയുള്ളതൊക്കെ ഇനിയിപ്പോൾ അവിടെ അലക്കിയിടണം കേട്ടോ. നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ കടവിൽ പുല്ല് എല്ലാം വേസ്റ്റ് എല്ലാം പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കയറി കിടന്നാലും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഞാനിത് അലക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അലക്കാൻ പോയ സമയത്ത് തന്നെ മേമ പറഞ്ഞു, എന്താണ് ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ കറി വെക്കാൻ. അപ്പോൾ ഞാൻ വേണോ വേണ്ടേ എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര മടിയാട്ടോ ചക്ക മുറിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളഞ്ഞ് കയ്യിലാവുക പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാൽ നുറുക്കി റെഡിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെക്കും, പാകം ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ചക്ക മുളഞ്ഞ് അങ്ങോട്ട് കയ്യിലാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടിച്ചിട്ടല്ല, ചെയ്യാനറിയാണ്ടുമല്ല കേട്ടോ. നമുക്ക് പിന്നെ നമ്മൾ അതിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വേറെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാനൊന്നിനും പറ്റില്ല. അപ്പം അമ്മ ഉള്ളപ്പോൾ നമ്മൾ അമ്മയോട് ഒരു സഹായം ചോദിക്കുക കേട്ടോ. അമ്മയ്ക്ക് കൊടുക്കാലോ, അമ്മ ചെയ്തു തരാം. പിന്നെ അമ്മയോടൊക്കെ പോയി സമ്മതമൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ നുറുക്കിത്തരാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഞാനിനി അലക്കുകയാണ്. അപ്പം മേമ ഞാൻ അലക്കാൻ വന്നപ്പോൾ തുണി തോരിയിടുമ്പോഴാണ് മേമ പറഞ്ഞത് അത് കൊണ്ടുപോയിക്കോ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ മേമ ചക്കടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തുണികൾ കുട്ടിയുടെ തോരയിടാൻ വന്നപ്പോഴേ. അപ്പം ഇനി എന്തായാലും ഇനി ചക്കയുടെ പരിപാടിയാണ് കേട്ടോ ഈ അലക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ചധികം അലക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഒന്നിൻ്റെ മേലെ കിടക്കെ കൊണ്ടുവന്നിട്ടിട്ട് തുണികളൊക്കെ, അപ്പോൾ അതൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മഴയോട് മഴ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഇനിയിപ്പോൾ മഴ പെയ്യും എന്താണെന്നറിയില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്കും മൂടുക മാത്രമല്ല, എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുണികൾ ഇങ്ങോട്ട് എടുക്കാൻ ഓടി വരും. പിന്നെ ഞാൻ അതേപോലെ തന്നെ കൊണ്ടിടും. പിന്നെ അപ്പോഴേക്കും വീണ്ടും കാറ്റും ഒരു ചാറ്റലും വരും, വീണ്ടും വരും. അങ്ങനെ സമയം പോവന്നെ കേട്ടോ. മഴക്കാലത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കിത് വൈകുന്നേരം വരെ ഓരോരോ ജോലികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല വെയിൽ ഉദിച്ചപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങോട്ട് തോരയിട്ടു കേട്ടോ. ഒന്ന് വെള്ളം വലിഞ്ഞ് കിട്ടിയാലും നമുക്ക് ഇനി ഇവിടെ അഴയിൽ ഷെഡിലുള്ള അഴയിൽ കൊണ്ടുവന്നിട്ടാലോ, ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാലോ, വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു സമാധാനത്തിന് വേണ്ടിയിട്ടോ ഞാൻ പെട്ടെന്ന് അലക്കിയൊക്കെ ഇട്ടത്. അപ്പം അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഞാനത് ആ ചക്കയ്ക്ക് പോയിരിക്കട്ടെ. പഴുത്തിട്ടുണ്ടാവില്ല അല്ലേ? പഴുത്തിട്ടില്ല. 2 ചക്ക ഉണ്ട്. 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 2
പഴുക്കാറായിരിക്കണു അല്ലേ? അണ്ണാങ്കൊത്തിയിട്ടില്ലേ? പൊന്നോ എന്തരാ കാട്ടണേ? അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ, അയ്യോ മൂപ്പരല്ലേ കുറെ അല്ല കണ്ടിട്ട്, ഇതാ മമ്മൂട്ടീനെ പോലുള്ള ആളല്ലേ എന്നിങ്ങനെ മനസ്സ്. ഇപ്പൊ ഇന്നലെ അമ്മ വന്നിട്ടുണ്ട് പറയണ, സുലോചന പറഞ്ഞത് അത്രേ. ആ കുറച്ച് മതി, വെച്ച തിന്നാൻ ആരില്ലാത്ത ഞങ്ങൾ ഉണ്ടാവുന്നല്ലേ ഉള്ളൂ. ഇങ്ങട് വാ. മൂർച്ചുള്ളതല്ലേ പടാള്, പഴുത്തുണ്ടോന്നാണ്. അതെ പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. ഒന്നതിന് അങ്ങോട്ട് പിന്നെ ഇവിടെ പണിയിട്ടായിരുന്നില്ലേ, വേഗം നുറുക്കുക വെക്കുക. പിന്നെ പഴുപ്പിച്ചിട്ടും തിന്നു കേട്ടോ ആള്. അതല്ലേ പണ്ട് പ്രാവിനെ പിടിക്കാൻ ആൾക്കാർ ഇതാ കൊണ്ടുപോകല്ലേ, മുളഞ്ഞി അത്രേ, മുളഞ്ഞി വേറെന്തോ ഒരു സാധനം കൂടി ഇടും ഇത്രേ. അല്ല ഒരു പ്ലാവത്തെ ചക്കേനല്ലേ. ചക്കയും കൊണ്ട് വരുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നേരെ ചക്കയൊക്കെ കൊണ്ടുവന്ന് ഇതാ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മ അതെല്ലാം നുറുക്കി തന്നു. ഞാനാണെങ്കിൽ മഴ വരുമ്പോൾ അങ്ങോട്ട് ഓടും, മഴ എടുത്ത് മഴ ചാറുമ്പോൾ അതിങ്ങോട്ട് എടുത്തിട്ട് വരും, വീണ്ടും അത് കൊണ്ടിടും. അങ്ങനെ എനിക്ക് സമയം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മേമയുടെ മോനോട് കുറേ പറഞ്ഞു വീഡിയോസൊക്കെ എടുത്തു തരുമെന്ന് പറഞ്ഞു. അവനെ കുറേ വിളിച്ചു അലറുമൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ അവൻ മലമ്പുഴ ITL പഠിക്കുന്ന, അവന് ഫൈനൽ ഇയറാണ്. അപ്പോൾ അവന് റെക്കോർഡും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് റെക്കോർഡ് തയ്യാറാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് അവന് എക്സാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലിട്ട് അവന്, എന്നാലും ഞാൻ അവനെ കുറേ വിളിക്കുകയൊക്കെ ചെയ്തു, ആൾ വന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങോട്ട് പോകുന്ന ശേഷമാണ് അവൻ വന്നിട്ട് ചക്കയുടെ അടുത്ത് വന്നിട്ട് ചക്കയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് പഠിക്കാനുള്ളല്ലോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും ചക്ക നുറുക്കി തന്നിട്ട് അമ്മ അതാ തൊടിക്കടെ അങ്ങനെ വിറകിന് പോയിട്ടോ. ഞാൻ പിന്നെ വേഗം ഒരു തേങ്ങയൊക്കെ പൊളിച്ച് അരച്ച് കുറച്ച് ജീരകവും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ അങ്ങനെ അരച്ച് എല്ലാം റെഡിയാക്കിയിട്ടോ ചക്കയ്ക്ക് അടുപ്പത്ത് വെച്ചിട്ട്. ഇനിയിപ്പോൾ കുഞ്ഞാറ്റേനെയും കൊണ്ട് ഇതിനിടയ്ക്ക് ഏട്ടൻ വന്നു, അവളെ പുറപ്പെടുവിച്ചിട്ട് രാശേട്ടൻ കുഞ്ഞാറ്റേനെയും കൊണ്ട് പോയിട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ അവളെ കാര്യം ശ്രദ്ധിക്കേണ്ട കേട്ടോ. അല്ലെങ്കിൽ അവളുടെ അടുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവളെ ശ്രദ്ധിക്കണം. അവൾ വെള്ളം തണ്ണി അമ്മ അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അവളെ ഇനിയിപ്പോൾ അഥവാ ഇനി വല്ല കഥയും കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പോയി ഇരിക്കുകയൊക്കെ വേണം, ഇടയ്ക്ക് പോയി കാണുകയൊക്കെ വേണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ വിളിച്ചവൾ നമ്മളെ എന്താ പറയുക സ്വൈര്യം കെടുത്തിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് തന്നെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വിളിച്ചാൽ ഓടേണ്ടി വരും. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ചക്കക്കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ എന്താ കറി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. കറി വയ്ക്കാൻ തക്കാളിയും പരിപ്പൊക്കെ ഇരിക്കുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ പരിപ്പ് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെക്കുക? ഇന്നലെ വൈകിട്ടത്തെ രാത്രി ഞങ്ങൾ മുരിങ്ങ താളിക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് എന്താ വെക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് മേമ ചക്ക ഇട്ടിരുന്ന കാര്യം പറഞ്ഞത് കേട്ടോ. പിന്നെ അങ്ങനെ വേഗം പോയി ചക്കയൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. ഇന്ന് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തൂമിക്കുന്നത് പറയുന്നത്. ഞാൻ ഇന്ന് ചെറിയുള്ളിയൊന്നും നുറുക്കാനൊന്നും എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴത്തേനെ സമയം 2 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അമ്മ പറകിന് പോയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി തരുമൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ചക്കക്കൂട്ടാനൊക്കെ ആയി. എനിക്ക് പുറത്തിരുന്ന് കഴിക്കാനുള്ള ക്ഷമയൊന്നുമല്ല, നല്ല ചൂടാണ് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫാൻ ഉണ്ടല്ലോ, അപ്പോൾ ഫാനിൻ്റെ ചോട്ടിലിരുന്നാൽ പെട്ടെന്ന് ചൂടാറുമല്ലോ, പെട്ടെന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചക്കക്കൂട്ടാൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ ചക്ക പഴുത്തതാണെങ്കിലും അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല, എന്നാലും കുറേശ്ശൊക്കെ കഴിക്കും കേട്ടോ. പച്ചച്ചക്ക അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ചിലവരാണ് പച്ചച്ചോളയൊക്കെ അങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.